ധന്യമീ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചിന്തിക്കുന്ന വിഷയം നിസ്സാരമാണ് എന്ന് തോന്നാം. പക്ഷെ പക്വതയുള്ള എൻ്റെ ശ്രോതാക്കൾക്കറിയാം അത് നിസ്സാരം അല്ല. ജീവിതത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് തത്വചിന്തയാണ് രക്ഷപ്പെടുത്തുന്നത്. ഒരു തത്വചിന്തയും വേണ്ട, തോന്നിയാസം കാണിക്കും, തോന്നിയാസം പോലെ ജീവിക്കും, ഞാൻ തോന്നിയാസം എഴുതുമെന്ന് പറയുന്നവർ ഉണ്ട്. എൻ്റെ രചനകളിലൊക്കെ ഒരു തത്വചിന്തയുടെ സ്വാധീനമുള്ളതിനെ പരിഹസിക്കുന്ന എത്രയോ പേരുണ്ട്. പരിഹസിക്കുന്ന ആള്, അവരുടെ പരിഹാസം ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ പറയണ പരിഹാസമാണ്. ആയിക്കോട്ടെ, തത്വചിന്തയാണ് നമ്മളെ ആരെയും രക്ഷപ്പെടുത്തുന്നത്. 4 ആശ്രമങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, നിന്റെ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ല. ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്നത് വലിയ വലിയ ആളുകളാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, 4 ആശ്രമങ്ങളാണ്. ആശ്രമം എന്ന് പറഞ്ഞാൽ കെട്ടിടമല്ല ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിന്റെ സംവിധാനത്തിനെയാണ് ഇവിടെ ആശ്രമം എന്ന് പറയുന്നത്. അതിലാദ്യത്തെ അല്ലേ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ ആശ്രമത്തിൽ എന്തു വേണം? പഠിക്കണം. പഠിക്കുന്നവരെ കുട്ടികൾ എന്നാ വിളിക്കുക. കുട്ടികൾ മീശയൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര വിപ്ലവകാരികൾ പറയാ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. തെറ്റൊന്നുമില്ല, കാരണം അവര് പഠിത്തമാണ്. ബ്രഹ്മചര്യാശ്രമ കുട്ടികളാ. പക്ഷെ കുട്ടികൾക്ക് എന്തു ആവാം, കുട്ടികളല്ലേ. സഹപാഠിയെ പണ്ടൊക്കെ റാഗിങ് എന്നാ കേട്ട്, ഇപ്പൊ അങ്ങനെയല്ല, കൊല്ലല് തന്നെയാണ്. കൊന്നാലും പ്രശ്നമൊന്നുമില്ല, കുട്ടികളാ. കുട്ടികളെ എത്ര ചെയ്യാവൂ, അവര് ഇനി നേരെയാവും. ആയിക്കോട്ടെ, അതൊക്കെ ഉന്നതമായ പുരോഗതിയുടെ ചിന്ത. പൊതുവെ ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലം കുട്ടികളാണ്. 30 വയസ്സ് വരെ പഠിക്കുകയാണെങ്കിലും കുട്ടികളെന്നാ പറയാം. 30ാമത്തെ വയസ്സിൽ സാധാരണ കോഴ്സിലൊക്കെ ചേരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരും പറയാ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. പിന്നെ ഗാർഹസ്ഥ്യം. ആ ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, ഭയങ്കര ഉത്തരവാദിത്തമാണ്. മക്കളെ വളർത്തണം, ഒരു വീടുണ്ടാവണം. കല്യാണം കഴിക്കുന്നത് നിസ്സാര കാര്യം അല്ല. അതിനെക്കുറിച്ചൊരു ക്ലാസ്സോ പഠനമൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഞാൻ വിവാഹിതനാണ്, ഭാര്യയുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ കാര്യം ഒരു ഭർത്താവ് ശ്രദ്ധിക്കണം, എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുടുംബത്തിൽ. ഒറ്റത്തടിയായി നടക്കുമ്പോൾ ആവശ്യമുള്ളതിൻ്റെ 1000 ഇരട്ടി 2 പേര് കൂടി ജീവിക്കുമ്പോൾ ആവശ്യം വരും. ഒറ്റത്തടിയാ. രാവിലെ ഹോട്ടലിൽ പോയിട്ട് 4 ഇഡ്ഡലി കഴിച്ചാലും പ്രശ്നം കഴിയും. കുടുംബമാകുമ്പോഴോ, 2 പേരാകുമ്പോൾ കുടുംബമായില്ലേ. വീട് വേണ്ടേ, അവിടെ കറണ്ട് വന്നോ നോക്കണ്ടേ, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണ്ടേ. മുരിങ്ങക്കായും കുമ്പളങ്ങയും വീട്ടിൽ വാങ്ങിക്കൊണ്ടിരണ്ടേ. വേറെ ആര് വാങ്ങിക്കൊണ്ടിരും നിങ്ങളുടെ കുടുംബത്തിൽ? കുടുംബസ്ഥനാവുമ്പോ എന്തായി? ഒറ്റത്തടി എന്നുള്ളതിന്റെ 30 ഇരട്ടി ഉത്തരവാദിത്വമുണ്ട്. ഭാര്യ മേക്കപ്പ് ചെയ്തിട്ട് അവിടെ ഇരിക്കും, ഭർത്താവ് പുറത്തും ഇരിക്കും, കുടുംബജീവൻ നടക്കൂ. എന്തെല്ലാം കാര്യമുണ്ട്. ഒറ്റത്തടിക്കാരന് പിരിവ് കൊടുക്കണ്ട. സന്യാസിമാരെ പുലർത്തുന്നതും ഗൃഹസ്ഥന്മാരാ. വീട്ടിൽ റെസീറ്റ് ബുക്കായിട്ട് വരും. നമ്മൾ പുറത്തേക്ക് പോവാത് പലതും വാങ്ങാൻ കാശില്ലായിട്ടായിരിക്കും പുറത്തേക്ക് പോകാത്തത്.
ആ സമയത്ത് ആ പിരിവേര് വരുന്നത്. നല്ല പേരാണ്. ആ പിരിവ് എന്നുള്ള പേര് തിരക്കടൊന്നുമില്ല. പിരിച്ചു വെക്കൽ. ഗൃഹസ്ഥന്റെ ഉത്തരവാദിത്തമാണ് സന്യാസിമാരെ നോക്കലും വളർത്തലും പൊതുകാര്യങ്ങളും. ബാക്കി പിരിവ് കൊടുക്കണം, വീട് നോക്കണം, മക്കൾ വലുതാവണം, അതുവരെ പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിച്ചേർക്കണം. കളിക്കല്ല ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്തു. വാനപ്രസ്ഥം. ഇതുവരെയൊക്കെ എല്ലാവരും ചെയ്തതല്ലേ. കല്യാണം കഴിക്കലും മക്കളുണ്ടാവലൊക്കെ എല്ലാവർക്കൊക്കെ പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ നവമല്ല. നവം എന്ന് പറയാൻ പറ്റുമോ? ശങ്കരൻകുട്ടി കല്യാണം കഴിച്ചു, ലക്ഷ്മിയാണ് ഭാര്യ. അതിലെന്താ പുതുമ? റിട്ടയർ ചെയ്തു, നവം ഒന്ന് തിരിച്ചിട്ടു, വനമായി, വാനപ്രസ്ഥാശ്രമം. ഇത് ചിന്ത വേണം. ഓരോ കാര്യത്തിലും ബന്ധിജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട പ്രായമല്ല. ഇതുവരെ ആഫീസറായിരുന്നു, എല്ലാവരും സാറെന്ന് വിളിക്കും. എല്ലാവരും സാറെന്ന് വിളിക്കുന്നവർ ഭാഗ്യവാന്മാരാ. ഞാൻ ജോലിയിൽ ഇരുന്നുണ്ട് പ്രോഡമുണ്ട് ഓഫീസിൽ. മേലുദ്യോഗസ്ഥന്മാരൊന്ന് സോപ്പിട്ട് സാർ എന്നൊക്കെ വിളിക്കും. എന്താ അറിയോ? ലീവ് സാങ്ഷൻ ആക്കേണ്ടി വരല്ലേ. പൊട്ടത്തരം പറഞ്ഞിരുന്നാലും എന്താ സാറിന്റെ ബുദ്ധി എന്നൊക്കെ തൽക്കാലം പറഞ്ഞു എന്ന് വരും. ഒരു ഉദ്യോഗസ്ഥൻ വേറെ സ്ഥലത്ത് നിന്ന് വന്നതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോ കേട്ടിട്ടേ ഇല്ല. എന്തൊരു വിജ്ഞാനം! വിവരമില്ലായ്മയ്ക്ക് പോലും പ്രാധാന്യം കിട്ടും സർവീസിലിരിക്കുമ്പോൾ. ഉന്നത സ്ഥാനത്തിരിക്കുന്നവന്റെ അജ്ഞതയ്ക്ക് എന്താ വില? കൂടിയിരിക്കുന്നവർക്കൊക്കെ ഇതിനൊക്കെ അറിവുണ്ടാവും. അവര് സാറ് ഇതൊക്കെ അറിയും. വാനപ്രസ്ഥം കഴിഞ്ഞ പിന്നെ സന്യാസം എന്നൊരാശ്രമുണ്ട്. ഇത്രയും പറഞ്ഞത് ഇത് വളരെ കൃത്യമായിട്ട് പരിപാലിച്ച് പോകുന്നവരുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് വളരെ സന്തോഷമായിട്ട് എനിക്ക് അനുഭവമുണ്ട്. ബ്രഹ്മചര്യാശ്രമത്തിൽ അവര് ബ്രഹ്മചാരികളായിരുന്നു, നല്ല ജീവിതമായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ അവര് വളരെ ശ്രദ്ധിച്ചു. വാനപ്രസ്ഥം നിന്ന് സന്യാസാശ്രമത്തിൽ വിശേഷിച്ച് പുതിയ കാര്യങ്ങൾക്കൊന്നും ഇടപെടാതെ അവര് ജീവിക്കുന്നു. നന്നായിരുന്നു. പക്ഷേ പ്രശ്നം ഇതിനെപ്പറ്റി അറിയില്ല. ബ്രഹ്മചര്യാശ്രമത്തില് ഗൃഹസ്ഥാശ്രമം വന്നു. പഠിക്കണ കുട്ടിയാണ്. ഇപ്പൊ പഠിക്കണ എന്തിനാണ്? കോളേജിൽ ചേർന്ന ദിവസം തന്നെ ഗ്രാമീണ ഭാഷ പറഞ്ഞ, ഗ്രാമീണ ഭാഷയൊക്കെ ഈ പ്രഭാഷകർക്ക് അറിയാം. ലൈൻ അടിക്കാൻ തുടങ്ങും പഠിക്കുമ്പോഴേക്കും. എന്ന ആദ്യത്തെ ഫസ്റ്റ്. ഈയിടെ ഒരു സിനിമ ഉണ്ട്, സൂപ്പർ ഹിറ്റ് സിനിമയാണ് TV-യിൽ. കോളേജിൽ ചേർന്ന ദിവസം പ്രണയം തുടങ്ങി. ഒന്ന് ക്ലാസ്സിൽ ഇരിക്കുകയെ പഠിക്കുകയെ, ഏയ് പറഞ്ഞ ദിവസം നായികയായിട്ടൊന്ന് തെറ്റി, കൂട്ടിമുട്ടി, തെറ്റി, അടിക്കുന്നു പറഞ്ഞു. പിന്നെ ലോകിയായി, I love you പറഞ്ഞു, പാട്ടായി. ബ്രഹ്മചര്യത്തിൽ ഗൃഹസ്ഥാശ്രമം അല്ലേ? ഗൃഹസ്ഥാശ്രമത്തിൽ ബ്രഹ്മചര്യം വന്നാലോ? കല്യാണം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇപ്പൊ ഉണ്ടാവാറില്ല. ഞാൻ അധികവും കാശി, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. ഒറ്റയ്ക്കാണ് ഞാൻ പോവാറ്. വേറെ ആരും കൂട്ടാറില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ ബ്രഹ്മചര്യോ കൊല്ലം ഞാൻ പോണതാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യാശ്രമമാണ്, ഗൃഹസ്ഥാശ്രമമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി വന്നാൽ ഞാൻ പിന്നെ അങ്ങനെ കാശിക്ക് പോകും. കാശി പോയി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലം പോക്കുള്ളതാണ് ചിദംബരത്തേക്ക്. ഇതന്നെ പെരപ്പണിയില്ല, ഒരു കാര്യം മുന്നോട്ടുമില്ല. കുട്ടികൾ പഠിച്ചോ ഇല്ല, കുട്ടികൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന ആള് ബ്രഹ്മചര്യാശ്രമം. ഒക്കെ പരബ്രഹ്മം. കുഴഞ്ഞില്ലേ? അതും കഴിഞ്ഞിട്ട് വാനപ്രസ്ഥത്തിൽ ഈ കിടന്ന ആളുകൾ നോക്കിയിട്ടുണ്ടോ? അവരുടെയൊക്കെ കുടുംബത്തിലെ കോംപ്ലിക്കേഷൻ വരുമ്പോ വാനപ്രസ്ഥത്തിൽ ഈ കിടന്ന ആൾക്ക് പിന്നെ ഗൃഹസ്ഥാശ്രമം. ഭാര്യയും ഭർത്താവും
സഹോദരീ സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടതല്ലേ വാനപ്രസ്ഥാശ്രമത്തിൽ? അങ്ങനെയല്ലേ വേണ്ടത്? സഹോദരി സഹോദരന്മാരെ പോലെ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് കൊണ്ടല്ലേ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ വിധവകൾ ഇല്ല. വിധവകൾ ഉണ്ടാവണമെങ്കിൽ ഭർത്താവ് മരിക്കണ്ടേ? ഭർത്താവ് സഹോദരനല്ലേ? അങ്ങനെ ആവണ്ടേ? ആ ആശ്രമധർമ്മത്തെ കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ ഈ പ്രശ്നമുണ്ടോ? അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആശ്രമമാണ് സന്യാസാശ്രമം. ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വിടാനുള്ള ഇടമാണ് വീട്. സന്യാസാശ്രമം സ്വീകരിച്ച ഒരു വ്യക്തിയെ കാണാൻ ചെന്നു. മേശപ്പുറത്തെ പുസ്തകം ഞാൻ എടുത്തു. പുസ്തകം എവിടെ കണ്ടാലും എടുക്കുന്നത് ആ ആളോട് തന്നെ ചോദിക്കാതെ ഞാൻ എടുക്കുകയും ചെയ്യും. വർത്തമാനത്തിനടക്കുന്ന ഒരു പേജ് വായിക്കാൻ പറ്റിയെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ലോട്ടറി ടിക്കറ്റാ. ഞാൻ നോക്കി, അപ്പൊ കൃത്യം മറ്റന്നാളാണ് നറുക്കെടുപ്പ്. ഒരു തമാശ ചോദിച്ചു, നറുക്കെടുപ്പ് മറ്റന്നാളാ? മറ്റന്നാളെ നറുക്കെടുപ്പ്. ഈ പ്രായത്തില്, സന്യാസാശ്രമത്തിന്റെ പ്രായത്തില് ലോട്ടറി ടിക്കറ്റ് എടുക്കണതിന്റെ ലക്ഷ്യം എന്താണ്? ഇതിനെ നാലിനെ പറ്റി അറിയാതെ നാലിനെ ഇട്ടാണ്ട് കുഴയ്ക്കുമ്പോ എന്താവും? ഓരോ വീട്ടിലും പ്രോബ്ലം, ഓരോ വ്യക്തിക്കും പ്രോബ്ലം. നാട്ടുകാർ നമ്മളെ നോക്കി പരിഹസിക്കുക. ഇന്ന ആശ്രമത്തിൽ നിൽക്കുകയാണെന്നുള്ള ആളുകൾക്കറിയാം. 70 കഴിഞ്ഞ ഒരാള് SLCക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അയാൾക്ക് മനസ്സിന് പ്രശ്നം ഉണ്ടാക്കി എൻ്റെ അടുത്ത് വന്നു. എന്താ അദ്ദേഹത്തോട് പറയും? ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആരോടും പറയില്ല. ഈ കൗൺസിലിങ്ങിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേറെ ആരോടും പറയില്ല. പേര് പറയാതെ ഇതേമാതിരിയൊക്കെ പറയും. ആരാന്ന് ആർക്കും മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ആശ്രമത്തിൽ അതാണോ വേണ്ടത്? ആളുകൾ പരിഹസിക്കില്ലേ? നിങ്ങളെ ഗോപാലൻകുട്ടിയാരെ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടാവുന്നല്ല. നിങ്ങളിപ്പം മിണ്ടാതെ ഒരു ഭാഗത്ത് കുത്തിരിക്കേണ്ട. മിണ്ടാതെ കുത്തിരിക്കല്ല, നിങ്ങളുടേതായിട്ടുള്ള ചില ഉപാസനകളും പ്രവർത്തനമുണ്ട്. ഈ 4 ആശ്രമത്തിനെയും കൂട്ടിക്കുറച്ചാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രോബ്ലവും. സകല കുടുംബവും കാര്യങ്ങളും. ബ്രഹ്മചര്യാശ്രമത്തില് ഗൃഹസ്ഥാശ്രമം തുടങ്ങി പ്രണയത്തിനാണ് കൂടുതൽ സമയം. ബ്രഹ്മചര്യാശ്രമ പഠിക്കണ കുട്ടിയാ. പ്രതികാരവും പ്രണയവുമാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ വാനപ്രസ്ഥവും ബ്രഹ്മചര്യവും. ഞാനൊക്കെ വിട്ടു. കല്യാണം കഴിച്ച് 2 മക്കളായി. ഞാനൊക്കെ വിട്ടു. ഉത്തരവൻ വാനപ്രസ്ഥാശ്രമത്തിൽ ഇപ്പോഴെ കൊടുന്നു. ഇരിക്കാനൊരു വീടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. കർമ്മങ്ങൾ ചെയ്യണ്ടേ? വീട്ടിൽ അതിഥികൾ വരുമ്പോ സാധനം വാങ്ങാൻ പോണ്ടേ? ബ്രഹ്മചര്യാശ്രമത്തിൽ നമ്മുടെ വീട്ടിൽ അതിഥികൾ വരും. ഈ അതിഥികൾ വിദേശത്തൊക്കെ ജീവിച്ച് സുഖമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വർഷങ്ങൾ കൂടുമ്പോഴാണ് അവർ വരിക. വർഷങ്ങൾ കൂടുമ്പോൾ അവരാകട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ആഹാരം നമ്മൾ കൊടുക്കണ്ടേ? അവർ വരുന്നത് വേദാന്തം മണ്ണ് കേൾക്കാനാ? അവർക്ക് ഇഷ്ടപ്പെട്ട എന്താ? അത് കടയിൽ പോയി നമ്മൾ വാങ്ങണ്ടേ? അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങണ്ടേ? ആ വാങ്ങുന്നത് നാട്ടുകാർ കാണും. അയാൾ കണ്ടോ വാങ്ങാൻ നിൽക്കുകയാണ് എന്നെ കടയുടെ മുമ്പിൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും ബ്രഹ്മചര്യം കൂടി കൂട്ടി കുഴക്കരുത്. ഇത് കൂട്ടിക്കുഴയ്ക്കുമ്പോ ഏത് പ്രോബ്ലത്തിന്റെയും ബേസ് നമ്മുടെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? എത്ര വയസ്സായി? ഇപ്പൊ റിട്ടയർ ചെയ്ത് എത്ര കാലമായി? എത്ര ആളായി? അപ്പൊ നിങ്ങളിപ്പോ ആഫീസിൽ കാണിക്കുന്ന അതേ പോസും വെയിറ്റും വീട്ടിൽ കാണിക്കാൻ പാടുമോ? നിങ്ങൾ റിട്ടയർ ചെയ്തില്ലേ? അപ്പൊ അവിടുന്ന് പോകുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ സന്യാസം എന്നുള്ള ആശ്രമത്തിൽ സകലതും ത്യജിച്ചു. വാക്കുകൾ നിയന്ത്രിക്കണം. വൃദ്ധന്മാര് ഏത് തോന്നിയാസവും വിളിച്ച് പറയാന്ന് വിചാരിക്കരുത്. വാചാലമായിട്ട് നിൽക്കേണ്ട കാലമുണ്ട് ബ്രഹ്മചര്യാശ്രമത്തില്. അവനവന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വാചാലമായി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും.
ആശ്രമധർമ്മങ്ങൾ എന്ന് പറഞ്ഞൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇല്ല എന്നും പറയരുത്. ആ ഉണ്ട്, അത് തെറ്റിക്കരുത്. കുട്ടി തെറ്റിക്കരുത്. കുട്ടിയാണ് അവൻ. കുട്ടികൾ ഇത്ര വലിയ വർത്തമാനം മുതിർന്നവരോട് പറയരുതെന്ന് പറഞ്ഞ് കറക്റ്റാണ്. ഏത് ധർമ്മത്തിലാണ് നിൽക്കുന്നത്? ഓരോരുത്തരും അവരുടെ പ്രായം നോക്കണ്ടേ? ആ പ്രായത്തിനനുസരിച്ചുള്ള വർത്തമാനം പറഞ്ഞു. എനിക്കൊരു ബംഗ്ലാവ് ഇനി ഊട്ടിയിലും കൂടി വെക്കണം. കേൾക്കുന്നവര് പരിഹസിക്കല്, ഇയാൾക്ക് ഇത്ര വയസ്സായി, ഇപ്പൊ തന്നെ വീട്ടിൽ കിടന്ന് ചാവേണ്ട സമയമായി, ഇനി ഊട്ടിയിൽ ബംഗ്ലാവ് പണിയാൻ പോവാന്ന് കേട്ട് പരിഹാസിക്കാൻ നിൽക്കണോ? ആശ്രമങ്ങൾ 4 ഉണ്ട്. അത് സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. അതിനെപ്പറ്റി അറിയാതെ കൺഫ്യൂഷൻ ആക്കുന്നതാണ് ഇന്നത്തെ സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.